PV അൻവറിന്റെ TMCയുടെ UDF പ്രവേശനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പാണ് UDF പ്രവേശനം വഹിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ PV അൻവറിനെ മുന്നണിയിൽ അംഗമാക്കരുത് എന്നാണ് മലപ്പുറത്തെ നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാട്. കോൺഗ്രസിനെയും അതിന്റെ നേതാക്കളെയും നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്ന PV അൻവറിനെ UDF പ്രവേശിപ്പിക്കുന്നതിനോട് മലപ്പുറത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് തുടക്കം മുതൽ തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. മുന്നണിയുടെ പൊതു തീരുമാനമെന്ന നിലയിലാണ് അൻവറിനെ ഉൾക്കൊള്ളണമെന്ന നിർദ്ദേശം അംഗീകരിക്കുന്നത്. എന്നാൽ അത് നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മതിയെന്നാണ് മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, ആര്യൻ ഷൗക്കത്ത് MLA എന്നിവരുടെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് PV അൻവറുമായി കൈകോർത്താൽ വിജയത്തിന്റെ ക്രെഡിറ്റ് തൃണമൂൽ കോൺഗ്രസ് കൊണ്ടുപോകും. സീറ്റ് കിട്ടാത്തതിലും മറ്റും അതൃപ്തരായ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ PV അൻവറിനൊപ്പം പോകാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് PV അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയാൽ ഇതെല്ലാം ഒഴിവാക്കാമെന്ന് കൂടി മനസ്സിലാക്കിയാണ് മലപ്പുറത്തെ നേതൃത്വം അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ നിലപാടെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ചേർന്ന UDF നേതൃയോഗം PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ പച്ചക്കൊടി വീശിയിരുന്നു. എന്നാൽ ബന്ധപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ അഭിപ്രായം തേടിയ ശേഷം മാത്രം പ്രഖ്യാപനം നടത്താമെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിലപാട്. ഇതേ തുടർന്നാണ് മലപ്പുറത്തെ ജില്ലാ നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വം ആശയവിനിമയം നടത്തിയത്. സ്വന്തം തട്ടകമായ മലപ്പുറത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പാണ് PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിന് വിനയായത്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.